കാണുന്നില്ലല്ലോ. എത്ര സമയമായെന്നോ ഞാൻ ഈ വീട് മുഴുവൻ തിരയാൻ തുടങ്ങിയിട്ട്. എവിടെയാണാവോ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്? മമ്മിയോട് തന്നെ ചോദിച്ചാലോ? അതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ വെറുതെ ഇവിടെയൊന്നും പരതിയിട്ട് ഒരു കാര്യവുമില്ല. അടുക്കളയിൽ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കിയാലോ? അവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. ഒന്നുകൂടെ ചെന്ന് നോക്കാം. എന്റെ ദൈവമേ, എന്റെ ഈ കാലുവേദനക്ക് ഒരു കുറവുമില്ലല്ലോ. എത്ര കാണിക്കൽ കാണിച്ചു, എന്നിട്ടും ഒരു മാറ്റവുമില്ല. എന്നാ കാലിന് ഇത്തിരി കുഴമ്പ് തടയിത്തരാൻ ആരോടെങ്കിലും പറഞ്ഞാലോ? അതിനും ആർക്കും സമയമുണ്ടാവില്ല. ഈ വീട്ടിലത്തെ മുഴുവൻ ജോലിയും ചെയ്യണം. ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം പറ്റിയാൽ അത് ഞാൻ തന്നെ സഹിക്കണം. ഇതൊക്കെ എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? അപ്പുറത്തെ വീട്ടിലത്തെ സുമയുടെ ഭർത്താവ് അവളെ തലയിലും താഴത്തും വെച്ചിട്ട് എടുത്ത് നടക്കുന്നത്. ഇവിടെയും ഉണ്ടൊരാൾ. തലയിലും താഴത്തൊന്നും എടുത്ത് വെച്ചില്ലെങ്കിലും ഈ കാലിന് ഇത്തിരി കുഴമ്പ് തടയി തന്നാ മതിയായിരുന്നു. ഒക്കെ എന്റെ വിധി. അയ്യോ, മമ്മി മമ്മി ഇവിടെ ഉണ്ടായിരുന്നോ? മമ്മി കാണാതെ അടുക്കളയിലേക്ക് പോകാം. ഇനി ഈ ഷെൽഫിന്റെ ഉള്ളിൽ എങ്ങാനും ഉണ്ടാവുമോ? എന്തായാലും ഇവിടുത്തെ ഷെൽഫും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ട് മമ്മി. നീയേ ഒരു കാര്യം ചെയ്. ദേ, ആ ഷെൽഫിലത്തെ കുപ്പിയിൽ കുറച്ച് കുഴമ്പുണ്ട്. അതെടുത്ത് എന്റെ കാലുമേൽ ഇത്തിരി തടവി തന്നെ. കാലിന് നല്ല വേദനയുണ്ട്. ഞാൻ കുറച്ച് ബിസിയാ മമ്മി, എനിക്ക് ഇത്തിരി പണിയുണ്ട്. പണിയോ? എന്ത് പണി? അത് പിന്നെ ഞാനേ എന്റെ ഒരു പുസ്തകം പരതുകയാണ്. പുസ്തകമോ? എന്ത് പുസ്തകം? അല്ലെങ്കിലും നിന്റെ പുസ്തകമൊക്കെ ഈ പുറകിലത്തെ ഷെൽഫിലല്ലേ ഉള്ളത്? അവിടെയൊന്നും ഇല്ലല്ലോ. നീ കുറെ സമയമായല്ലോ എന്തോ തിരയുന്നു. എന്താണത്? എന്തോ ഒരു കള്ളക്കളിയുണ്ട്. എന്താണെങ്കിലും വേഗം പറഞ്ഞോ. കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? ഹേയ്, ഒന്നുമില്ല മമ്മി. മമ്മിക്ക് വെറുതെ ഓരോന്ന് തോന്നുക. അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും എന്റെ പുസ്തകം പരതുക തന്നെയാണ്. അതിവിടെ എവിടെയോ വെച്ച് മറന്നിട്ടുണ്ട്. അതെനിക്ക് നാളെ ആവശ്യമുണ്ട്. സ്കൂളിലത്തെ ലൈബ്രറിയിലത്തെ പുസ്തകമാ. ഞാൻ ഒന്നും കൂടെ തിരയട്ടെ. അതെവിടെയോ ഉണ്ട്. എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ. എന്താണത്? മനസ്സിലാവുന്നില്ലല്ലോ. ഒരു വിധത്തിലാ മമ്മയുടെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി ആ മുകളിലത്തെ ഷെൽഫും കൂടെ നോക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും പരതി. അവിടെയൊന്നും സാധനമില്ല. ഇനി ആ ഷെൽഫും കൂടെ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ അതിലുണ്ടാകും ഞാൻ അന്വേഷിക്കുന്ന എന്റെ ലഡു. ലഡു എന്ന് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. ഞാൻ എടുത്ത് കഴിക്കുന്നത് കൊണ്ടാ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം ചിറ്റയും ചിറ്റപ്പനും കൂടെ വന്ന് പോയപ്പോ തൊട്ട് ഞാൻ പരതുന്നതാ അവര് കൊണ്ടുവന്ന ലഡു കാണാൻ. മമ്മി അത് എവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അത് ഈ ഷെൽഫിലാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഹമ്പടെ കേമി, അതിവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതല്ലേ? കണ്ടുപിടിച്ചേ ലഡു, ഞാൻ കണ്ടുപിടിച്ചേ. ഏടാ ലഡുക്കുട്ടാ, നിന്നെ എന്റെ കൈ കിട്ടിട്ടോ. ഞാൻ എത്ര സമയമായെന്നോ നിനക്ക് വേണ്ടി ഇവിടെ ഒക്കെ തിരയുന്നു. നീ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണല്ലേ? നീ ഇങ്ങോട്ട് വാടാ കള്ളക്കുട്ടാ. ഹായ്, നല്ല മണം. ഹമ്പടി കേമി, അപ്പ ഇതാണല്ലേ പരിപാടി? അയ്യോ മമ്മി, എന്തുവാടി നീ ഇവിടെ ചെയ്യണത്? എന്തുവാണ്? ഇതാണോടി നിന്റെ ലൈബ്രറി? താഴോട്ട് ഇറങ്ങി വാടി, താഴോട്ട് ഇറങ്ങാൻ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. നിന്നോടാ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ചട്ട കെട്ടിട്ട് നല്ല ചന്തിക്ക് പെട വെച്ച് തരും. എവിടെയാടി നിന്റെ പുസ്തകമുള്ളത്? അത് പിന്നെ ഞാൻ എന്റെ പുസ്തകം ഈ ഷെൽഫിൽ പരതിയതാണ്. പക്ഷെ അവിടെ എങ്ങുമില്ല. പകരം എനിക്ക് കിട്ടിയത് ഈ ലഡുവാണ്. അല്ലാതെ ഞാൻ ലഡു പരതിയതേ അല്ല മമ്മി. അല്ലെങ്കിൽ എനിക്ക് ഈ ലഡു എന്ന് പറയുന്ന സാധനം തന്നെ ഇഷ്ടമല്ല. നുണ പറയുന്നോ? നിന്നോടാ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങടി, ഇറങ്ങാൻ. താഴേക്ക് ഇറങ്ങിയ മമ്മി എന്നെ തല്ലരുത്. തല്ലണോ തല്ലണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനാ പറഞ്ഞത്. ദാ മമ്മി ലഡു. മമ്മി കഴിച്ച ലഡു. എനിക്ക് ഇഷ്ടമല്ല ലഡു. മമ്മിക്ക് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് ഞാനിത്. നുണ പറയുന്നോ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അയ്യോ മമ്മി, പിച്ചല്ലേ, എനിക്ക് വേദനയാവുന്നു. അയ്യോ, എന്നെ വീട് വീട്. ഇനി മേലാൽ നീ നുണ പറയുമോ? അയ്യോ മമ്മി, പിച്ചല്ലേ. അയ്യോ, വേദനയാവുന്നു. എന്നെ വീട്. ഞാൻ ആകെ ഒരു ലഡു അല്ലേ എടുത്തുള്ളൂ. അതിനല്ലേ മമ്മി എന്നെ ഇങ്ങനെ പിച്ചുന്നത്. ഒരു സാധനം വെച്ചാ വച്ചെടുത്തുണ്ടാവില്ല. നിന്റെ ഇടാടിൽ ഒരു ബേക്കറി ഇവിടെ വെക്കാൻ പറ്റുന്നില്ലല്ലോ.
ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതല്ലേ ചിറ്റ, അതുകൊണ്ടല്ലേ ഞാൻ എടുത്ത് കഴിച്ചത്. നിനക്ക് കഴിക്കാൻ വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ, നീ എന്തിനാ മോഷ്ടിക്കാൻ നിന്നത്? അത് ഞാൻ ഇതെവിടെയും കാണാഞ്ഞിട്ട് വെറുതെ ആ ഷെൽഫിൽ നോക്കിയതാ. അപ്പതേ ആ ഡബ്ബയിലുണ്ട്, അതിൽ നിന്നൊന്ന് എടുത്തതാണ്. മമ്മിക്ക് വേണമെങ്കിൽ കഴിച്ചോ, മമ്മിക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ മമ്മി എന്നെ പിച്ചിയത്. മിണ്ടാതിരിടി, മിണ്ടാതിരിക്കാൻ. അവളുടെ ഒരു കള്ള കണ്ണീര്. ഇനി മേലാൽ ഞാൻ വെച്ച എന്തെങ്കിലും സാധനം നീ എന്നോട് പറയാതെ എടുത്താൽ ചട്ടകം ചൂടാക്കി ഞാൻ നിന്റെ ചന്തയ്ക്ക് വെച്ച് തരും. അത് മാത്രമല്ല, മേലാൽ ഇനി നുണ പറയാനും പാടില്ല. അവളുടെ ഒരു ലൈബ്രറി മണ്ണാൻ കോപ്പും നിന്റെ കണ്ണെത്തണ്ടാന്നും കൊണ്ടാ ഞാൻ ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ തന്നെ ഇത് ഒളിപ്പിച്ച് വെച്ചത്. അവിടെയും അവളുടെ രണ്ടുണ്ട കണ്ണ് മെത്തിയിരിക്കുന്നു. അയ്യോ മമ്മി, ഇങ്ങനെ വഴക്ക് പറയല്ലേ, എനിക്ക് ലഡു വേണ്ട. മമ്മി തന്നെ എടുത്ത ഈ ലഡു ദാ. ഈ എടുത്ത ലഡു നീ കഴിച്ചോ, എന്നിട്ട് മര്യാദയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് പഠിക്ക്. ഇനി എന്നോട് ചോദിക്കാതെ എടുക്കാൻ പാടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി മമ്മി. എങ്കിൽ ഇന്ന് മോങ്ങാതെ പോയിരുന്ന് പഠിച്ചോ. രണ്ട് ചീത്ത കിട്ടിയാലെന്താ, ഒരു ലഡു കിട്ടിയല്ലോ, അത് മതി എനിക്ക്. എന്താ നാടി നിന്ന് പെരുവിറക്കണത്? ഹേയ് ഒന്നുമില്ല മമ്മി, ഞാൻ പഠിക്കുകയാണെന്ന് പറയായിരുന്നോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇതെന്തൊരു ബേക്കറി തിന്നലാണ്. കാണുന്ന ബേക്കറി മുഴുവൻ കയറ്റും, എന്നിട്ടോ ഭക്ഷണം കഴിക്കത്തില്ല. മുഴുവൻ ഒറ്റയടിക്ക് എടുത്ത് തിന്നണ്ടാന്നും കൊണ്ടാണ് ഞാനത് മുകളിലത്തെ ഷെൽഫിൽ എടുത്ത് വെച്ചത്. പക്ഷെ അവിടെ ഇന്നത്തിന്റെ കണത്തി കൂരുത്തം കെട്ടവള്. എന്റെ ദൈവമേ, ഇനി അടുക്കളയിൽ പുതിയൊരു ഷെൽഫും കൂടെ കൂട്ടേണ്ടി വരും. ഒക്കെ അതിൽ കയറ്റി ഒളിപ്പിച്ച് വെച്ചിട്ട് താക്കോലും കൊണ്ട് നടക്കുന്നതാണ് എനിക്ക് ഉത്തമം.